നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഭരണഘടന നൽകുന്ന അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കും ഒരുപോലെ നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അഭിപ്രായം പറയാം, വിമർശനം ഉന്നയിക്കാം, അതൊക്കെ ജനാധിപത്യപരമായ ഒരു പ്രക്രിയ തന്നെയാണ്. പക്ഷേ അതാരെയും അധിക്ഷേപിക്കാനുള്ളതല്ല, അശ്ലീലം പറയാനുള്ളതല്ല എന്ന ബോധ്യം ഓരോ പൗരനും ഉണ്ടാകണം. അപ്പോൾ ഓരോ പറയുന്ന വാക്കിനും അക്കൗണ്ടബിൾ ആകണം ഓരോ പൗരന്മാരും. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വേണം നമ്മൾ വിമർശനമായാലും അഭിപ്രായമായാലും ഒക്കെ പറയാൻ. ചിലർ സ്ഥിരം അശ്ലീലവും അധിക്ഷേപവും നടത്തുമ്പോൾ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നേ ഉള്ളൂ. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഫോക്കസ് നമ്പർ 1ലേക്ക് പോവുകയാണ്. വിനായകന്റെ അശ്ലീലത്തിന് മരുന്നില്ലേ എന്നതാണ് നമ്മളുടെ ചോദ്യം. കഴിഞ്ഞ ദിവസം അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസിനുമെതിരെ വളരെ മോശം ഭാഷയിലാണ് വിനായകൻ പ്രതികരിച്ചത്. നമുക്കറിയാം, വളരെ സീരിയസ് ആയ ഒരു ചർച്ച സമൂഹത്തിൽ നടക്കുകയായിരുന്നു. സിനിമാ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ അത് ദളിത് സമൂഹത്തിനെതിരായിരുന്നു, സ്ത്രീകൾക്ക് എതിരായിരുന്നു. ഈ രണ്ട് വിഭാഗങ്ങളെയും എതിർക്കുന്ന തരത്തിലുള്ള ഭാഷയും സംസാരവുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പോലീസ് കേസെടുക്കാൻ വകുപ്പില്ല എന്ന് നിയമോപദേശം തേടി അതിൽ നടപടികൾ എടുക്കാതിരിക്കുമ്പോൾ പോലും അതിൽ പറഞ്ഞ മോശം സന്ദേശം വലിയ രീതിയിൽ ചർച്ചയാവുകയും അത് സമൂഹം ഇഴകീറി പരിശോധിക്കുകയും നല്ല രീതിയിൽ ഒരു ചർച്ച നടക്കുകയുമായിരുന്നു. പക്ഷേ അതിനെ ഒക്കെ റദ്ദ് ചെയ്തുകൊണ്ടാണ് വലിയ അശ്ലീല പദപ്രയോഗങ്ങളോടുകൂടി വിനായകൻ ആ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇതേ അവസരത്തിൽ ഞങ്ങൾ ന്യൂസ് 18 ചാനൽ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. വിമർശനം എന്നത് അശ്ലീല പദപ്രയോഗമല്ല എന്ന ഉള്ളടക്കത്തിലാണ് ആ വീഡിയോ ചെയ്തത്. ഇന്ന് അതിലും വലിയ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ന്യൂസ് 18ലെ മുതിർന്ന അവതാരകയും ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററുമായ അപർണയ്ക്കെതിരെയാണ് ഇന്ന് വിനായകൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇന്നലെ യേശുദാസിനും അടൂരിനുമെതിരെ ഇട്ട പോസ്റ്റിനെ വിമർശിച്ച നിലപാട് പറഞ്ഞ ന്യൂസ് 18 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപർണ തയ്യാറാക്കി അവതരിപ്പിച്ച വീഡിയോയ്ക്ക് പിന്നാലെയാണ് കടുത്ത ഭീഷണിയുമായി വിനായകൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഉച്ചയോടുകൂടി അപർണയുടെ ഒരു വീഡിയോയിലെ ഒരു ഭാഗം സ്ക്രീൻഷോട്ടായി പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഒരു കാര്യവുമില്ലായിരുന്നു, ഒരു സ്ക്രീൻഷോട്ട് മാത്രം, ഒരു ഫോട്ടോ മാത്രമായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത്. അതിന് നിരവധി പേർ വിമർശനങ്ങൾ ഉന്നയിച്ചു. എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് തുടങ്ങി കമന്റുകളൊക്കെ ഇട്ടു, ചോദ്യങ്ങളായി. അതിന് പിന്നാലെയാണ് ഈ പോസ്റ്റ് വിനായകൻ പിൻവലിക്കുകയും 1 മണിക്കൂർ തികയും മുൻപ് അപർണയ്ക്ക് കടുത്ത ഭീഷണിയുമായി ന്യൂസ് 18 കേരളത്തിന്റെ നിലപാടിനെ വിമർശിച്ച് വിനായകൻ പുതിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നാളെ 12 മണിക്ക് മുൻപ് അപർണയ്ക്കും അവരെ കൊണ്ട് അത് പറയിപ്പിച്ച മേലധികാരികൾക്കുമുള്ള മറുപടി നൽകും എന്നതാണ് ഏറ്റവും ഒടുവിലിട്ട പോസ്റ്റിലെ ഭീഷണി. എന്താണ് ഇതിലെ സാഹചര്യങ്ങൾ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അപർണയ്ക്ക്, ഈ വീഡിയോ തയ്യാറാക്കിയ അപർണയ്ക്ക് പറയാനുള്ളത് എന്നൊക്കെ കേൾക്കാം. നമുക്കൊപ്പം അപർണ കുറുപ്പ് ചേരുന്നുണ്ട്. അപർണ, ഈ വീഡിയോയിൽ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപർണ ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതുവരെ ഉണ്ടായ എല്ലാ ചർച്ചകളെയും റദ്ദ് ചെയ്തുപോയി വിനായകൻ ഉയർത്തിയ വാദങ്ങൾ, അല്ലെങ്കിൽ വിനായകൻ പങ്കുവെച്ച ആ പോസ്റ്റ് അശ്ലീല പദപ്രയോഗങ്ങൾ എന്നതായിരുന്നു അതിന്റെ ഉള്ളടക്കം. ഇങ്ങനെ ആവർത്തിക്കുന്ന അശ്ലീല മറച്ചിൽ, അധിക്ഷേപം, അതിന് ഷോക്ക് ട്രീറ്റ്മെന്റ് വേണമെന്നതായിരുന്നു അതിന്റെ ഉള്ളടക്കം. അതിനുശേഷം അപർണയെ ടാർഗറ്റ് ചെയ്ത് ഒരു ഫോട്ടോ ഇടുന്നു. അതിന് പിന്നാലെയാണ് ഈ ഭീഷണി വരുന്നത്. മാധ്യമങ്ങളെ വിമർശിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി നിലയ്ക്ക് നിർത്താമെന്നതാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ പോസ്റ്റ് കണ്ടപ്പോൾ അപർണയ്ക്ക് തോന്നിയത്? രേണുക, നമ്മൾ പലപ്പോഴും വാർത്ത കൊടുക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അതിന് എതിർത്ത അഭിപ്രായമുണ്ടെങ്കിൽ സൈബർ അറ്റാക്കുകൾ വരുന്നത് പുതിയ കാര്യമൊന്നുമല്ല. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയും നമ്മളൊക്കെ കടന്നു പോയിട്ടുള്ളതുമാണ്. പക്ഷേ ഇതിനകത്ത് വലിയൊരു വിഷയമുണ്ട്. ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് വിനായകൻ എന്ന, അങ്ങനെ ഒരു സ്വത്വബോധമാണ് വിനായകന് എന്ന് പറയുന്ന ഒരു പക്ഷമൊക്കെ ഒരു വശത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ തരത്തിലുള്ള ഒരു നിലപാട് വിനായകൻ എടുത്തിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ദളിത് ആക്ടിവിസ്റ്റുകളുടെ പരാതി വിനായകനെതിരെയുണ്ട്. ദളിത് ആക്ടിവിസ്റ്റുകളായ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ, ഫോണിലൂടെ സംഭാഷണം നടത്തിയതിന്റെ കേസ് വിനായകനെതിരെയുണ്ട്. പരസ്യമായിട്ട് നഗ്നതാ പ്രദർശനം നടത്തിയതിന്റെ കേസ് അവിടെയുണ്ട്. അങ്ങനെ
ഏറ്റവും ഒടുവിലാണ് അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസിനുമെതിരെ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഒരു സാധാരണ മാധ്യമത്തിലൂടെയോ സാധാരണ പോലും പറയാൻ കഴിയാത്ത അത്ര മോശമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇന്നലെ ഇട്ടിരുന്നത്. ഇതിലൊരു വലിയ വിഷയം, ഈ പച്ച മനുഷ്യനായിട്ട് ഞാൻ പച്ചത്തെറി പറയുകയാണ് എന്നൊക്കെ പറയുന്ന വിനായകൻ അല്ലെങ്കിൽ വിനായകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട്. ഇതിനകത്ത് സംഭവിച്ചത് അടൂര് സിനിമാ കോൺക്ലേവിന്റെ വേദിയിൽ പറയുന്ന ഒരു വിഷയം, അത് ഒരു വലിയൊരു അധിക്ഷേപത്തിലേക്ക്, ദളിതർക്കെതിരായിട്ടുള്ള വലിയൊരു അധിക്ഷേപത്തിലേക്ക് പോവുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുഷ്പാവതി പൊയ്പാടത്തിന് പോലെയുള്ള ഒരു ഗായിക എഴുന്നേറ്റ് നിന്ന് വിരലുയർത്തി ഇതാണ് എന്ന് പറയുന്ന ഒരു സംഭവം. അതിനൊപ്പം ഒരു കേരള സമൂഹം മുഴുവൻ നിൽക്കുന്ന ഒരു സാഹചര്യം, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. അങ്ങനെ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഇത്രയും മുതിർന്ന ഒരു ചലച്ചിത്രകാരൻ കേരളത്തിൽ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ആ വിമർശനം എന്തുകൊണ്ടാണ് അടൂർ പറഞ്ഞതിൽ സാങ്കത്യമില്ല, ഈ തരത്തിലല്ല, ഒരു ജാതി അധിക്ഷേപമല്ല നടത്തേണ്ടതെന്ന് പറയുന്നിടത്ത് അടൂരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വിനായകൻ നടത്തിയ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് അടൂരിനെ വിമർശിച്ചവർ പോലും തലയിൽ കൈവയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഒരാൾ ചെയ്യുന്ന നിലപാട്, അയാൾ പറയുകയാണ് ഞാൻ ഇതിനെ പ്രതിനിധീകരിച്ചാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് ദോഷമായിട്ട് വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അയാൾ ഒരു പൊതുശല്യമായിട്ടാണോ പറയേണ്ടത്? അതോ അയാൾ ആ വിഭാഗത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണോ പറയേണ്ടത്? ഇതാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത്. ഇങ്ങനെ അസഭ്യം പറഞ്ഞുകൊണ്ട്, അശ്ലീലം പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ അതിലും മോശമായിട്ടുള്ള വാക്ക് വേണം, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആണോ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത്? യേശുദാസിനെതിരെ അടൂർ ഗോപാൽ, യേശുദാസൊക്കെ വലിച്ചു കൊണ്ടുവരികയാണ് ഈ വിഷയത്തിനകത്ത്. മുൻപത്തെ അദ്ദേഹത്തിന് ജീൻസ് പരാമർശത്തെയൊക്കെ ഇന്നലെ ഏത് തരത്തിലാണ് വിനായകൻ പരാമർശിച്ചതുള്ളത്, വിനായകൻ ആ പോസ്റ്റ് പിന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായപ്പോൾ എഡിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അല്ലാതെ ആ പോസ്റ്റ് അവിടെ ഇടുകയല്ല ചെയ്തത്. പഴയ എഡിറ്റ് ഹിസ്റ്ററിൽ ആ പഴയ പോസ്റ്റിന്റെ അല്ലെങ്കിൽ സർക്കുലേറ്റ് നടക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള ഭാഷയാണ് ഉപയോഗിച്ചതെന്നുള്ളത്. അങ്ങനെ ഒരു വലിയ പ്രതിഷേധം ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് പോലും, ഒരുപക്ഷെ വിനായകൻ പ്രകടമാക്കുന്ന രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയമാണ് എന്ന് വിനായകൻ പലപ്പോഴും ഉറക്കെ വിളിച്ചു പറയും. അതേസമയം ബി എസിന്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് വിനായകൻ ഇട്ട പോസ്റ്റ് അത് വലിയൊരു വിവാദത്തിലേക്ക് ഇതിനകത്ത് തന്നെ അത് സൃഷ്ടിക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള എതിരഭിപ്രായങ്ങളൊക്കെ വിനായകന്റെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾക്കും ഒക്കെ എതിരെ ഉണ്ടായിട്ടുള്ളതാണ്. സിനിമാ മേഖലയെ സംബന്ധിച്ചോളം സിനിമാ മേഖലയ്ക്ക് വിനായകനെതിരെ തുറന്നു പറയാനുള്ള ഗട്സ് സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ല. കാരണം ഏതെല്ലാം തരത്തിലുള്ള പോസ്റ്റുകളും ഇരവാദങ്ങളും ഒക്കെ ആയിരിക്കും വിനായകൻ ഉയർത്തുക എന്നുള്ളത് വലിയ വിഷയമാണ്. ഇതിൽ ഞാൻ പറയുന്നത്, നമുക്ക് പറയാനുള്ളത്, ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക ചെയ്ത ഒരു വാർത്ത, അതൊരു ചാനലിന്റെ നിലപാടാണ്. ആ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു താരം അല്ലെങ്കിൽ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ഒരു പരാമർശത്തിനെതിരെ പുഷ്പാവതി പൊയ്പാടത്ത് അടക്കമുള്ളവർ ഉയർന്നു വരുമ്പോൾ ഇത് ഏത് തരത്തിലാണ് സാമൂഹ്യ കേരളം ചിന്തിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി വലിയ ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾക്കൊപ്പമാണ് ന്യൂസ് 18 നിന്നത്. ആ ചർച്ചകൾക്കൊപ്പമാണ് നമ്മളുടെ ഡിബേറ്റുകൾ നടന്നത്. ആ ചർച്ചകൾ അനുസരിച്ചാണ് നമ്മൾ നിലപാടെടുത്തത്. ആ നിലപാടിനെ ഇങ്ങനെ ഒരു അസഭ്യ പോസ്റ്റ് കൊണ്ട് ഒറ്റ നിമിഷത്തിൽ വിനായകനെ പോലെ ഒരാൾ റദ്ദാക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ പുഷ്പാവതി ഉയർത്തിപ്പിടിച്ച ആ വിഷയത്തിനെ പരിപൂർണമായിട്ട് റദ്ദ് ചെയ്യുന്ന ഒരാളുടെ പോസ്റ്റിനൊപ്പമാണോ നിൽക്കേണ്ടത്? അത് ഒരു വിഷയം. രണ്ടാമത്തത്, എല്ലാ കാലത്തും സ്ത്രീ വിരുദ്ധതയും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധത, ആ ഒരു വാക്കുപയോഗിച്ചാൽ പോലും തർക്കമില്ല, അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഈ സമൂഹ മാധ്യമത്തിൽ ഡിജിറ്റൽ മീഡിയയിൽ എന്തും പറയാം, ഏതു ഭാഷയും ഉപയോഗിക്കാം എന്നുള്ളതാണ്. തീർച്ചയായും ഇത് ഇന്ന് ആദ്യമായല്ല വിനായകൻ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്, അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുന്നത്, അശ്ലീലം കാട്ടുന്നത്, പരസ്യമായി തന്നെ കേസ് വരുന്നത്, വിമർശിക്കപ്പെടുന്നത് ഒന്നും ആദ്യമായിട്ടല്ല. ഇവിടെ ഈ അപർണ തയ്യാറാക്കിയ വീഡിയോയിൽ എന്താണ് വിനായകനെ ഇത്രമേൽ ചൊടിപ്പിച്ചത്? ഒരു ചാനലിനെതിരെ ഭീഷണി മുഴക്കാൻ, അവിടുത്തെ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ ഭീഷണി മുഴക്കാൻ എന്താണ് ഇത്രയും ചൊടിപ്പിച്ചത്? വിനായകൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഒരു വിമർശനം നേരിടേണ്ടി വന്നോ വിനായകൻ? അല്ലല്ലോ. സത്യസന്ധമായ രീതിയിൽ ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഭാഷയിലും രീതിയിലും കണ്ട വീഡിയോ എങ്ങനെയാണ് വിനായകനെ ചൊടിപ്പിച്ചിട്ടുള്ളത്? അപ്പോൾ വിനായകന്റെ വാക്കുകൾ ഇത് കേൾക്കുന്നവരെ അല്ലെങ്കിൽ വിമർശന വിധേയരാകുന്നവരെ ഏതൊക്കെ തരത്തിൽ പ്രകോപിപ്പിക്കണം വിനായകന്റെ സ്റ്റൈൽ ഇതാണെങ്കിൽ?
തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിക്കുമ്പോൾ എന്തിനാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീൻസ് വിഷയത്തിൽ പരാമർശം നടത്തിയ യേശുദാസിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ പോലും പുലഭ്യം പറയുന്ന രീതിയിലുള്ള പോസ്റ്റ് എന്തിനാണ് വിനായകൻ ഇടുന്നത്? അഡ്രസ്സ് ചെയ്യുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ വിഷയമല്ലേ? അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ, അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ അതിനുദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ ഈ തരത്തിലല്ല പ്രതികരിക്കേണ്ടത്. ഈ തരത്തിൽ പ്രതികരിച്ച് KPMS അടക്കം വലിയ പ്രതിഷേധമൊക്കെ നടത്തിയതാണ് അടൂരിന്റെ വീട്ടിലൊക്കെ. ഇത്തരം പ്രതിഷേധങ്ങളെ പോലും റദ്ദാക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് വിനായകന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ എങ്ങനെയാണ് വിനായകൻ അതിനനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരാളെന്ന് പറയാൻ കഴിയുക? പുരോഗമനവാദമാണോ ഈ പച്ചത്തെറി പറയുന്നതാണോ പുരോഗമനവാദം? ഇന്ന് യൂത്ത് കോൺഗ്രസ് വിനായകനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇടതുപക്ഷ ഹാൻഡിലുകളുടെ ഭാഗത്തുനിന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇന്നലത്തെ പോസ്റ്റിനെ കുറിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഇത് പറയുന്നത് ഒരു വ്യക്തിയുടെ നേർക്കല്ല, ഒരു വ്യക്തി എന്ന ഒരാളുടെ ഭാഗത്തെ കുറിച്ചല്ല, ഒരു കോസിനെ നശിപ്പിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ ഒരാഴ്ച രാഷ്ട്രീയ കേരളം, സാമൂഹിക കേരളം, സാംസ്കാരിക കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. സിനിമ കോൺക്ലേവ് എന്നൊരു വേദിയിൽ അടൂരിനെ പോലെ ഒരു മുതിർന്ന ചലച്ചിത്രകാരൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടത്, അത് ആരോഗ്യപരമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പുഷ്പാവതി പൊയ്പ്പാടത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല പുഷ്പാവതി എന്ന് പറഞ്ഞ അടൂരിനെതിരെ എത്രയോ വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. അത് സമചിത്തതയോടുകൂടി ആ പ്രതിഷേധങ്ങളെയാണ് കേരളം കാണുന്നത്. കാരണം ഇതൊരു മാറിയ കാലമാണ്. അതിലെ ഏറ്റവും വലിയ പ്രതിഷേധം സദസ്സിൽ എണീറ്റ് നിന്ന് ആ നിമിഷം തന്നെ പ്രതിഷേധിക്കാനുണ്ടായിട്ടുള്ള അവരുടെ ആ പ്രതിഷേധം, അതായിരുന്നു ഏറ്റവും വലിയ പ്രതിഷേധം. അവിടെ മറ്റാർക്കും തോന്നിയില്ല അങ്ങനെ ഒരു പ്രതിഷേധം ഉയർത്താൻ. അതിനുശേഷം എത്ര ആരോഗ്യകരമായ ചർച്ചകൾ ഇതിലുണ്ടായി, ഏതൊക്കെ തരത്തിൽ ഇതിലെ തെറ്റുകുറ്റങ്ങൾ, കേസെടുക്കാൻ പറ്റില്ല എന്ന നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലെ യഥാർത്ഥ തെറ്റുകൾ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന എത്ര പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ ആ വിഷയം ഇഴകീറി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുശേഷവും വന്ന് മാധ്യമങ്ങളോടുകൂടി അതിനേക്കാൾ വലിയ മോശം ഭാഷ അധിക്ഷേപങ്ങൾ ഈ മഹത് വ്യക്തി നടത്തുമ്പോൾ അതിനെയും ഇഴകീറി പരിശോധിക്കുകയാണ്, വിമർശിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ആ ചർച്ചയൊക്കെ പാടെ റദ്ദ് ചെയ്യുന്ന തരത്തിൽ ഇനി നിങ്ങൾ എന്റെ അശ്ലീലം ചർച്ച ചെയ്യൂ, മറ്റേ ചർച്ച നിർത്തൂ എന്ന തരത്തിൽ ഒരു പോസ്റ്റ് വിനായകന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ചർച്ചകളെ വഴിതിരിച്ചു വിട്ടത്, എന്താണ് ആ വ്യക്തി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. എല്ലായ്പ്പോഴും ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ അതിനെ റദ്ദ് ചെയ്യുന്ന തരത്തിൽ കുറെ അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തി നിങ്ങൾ മറ്റ് ചർച്ചകളൊക്കെ മാറ്റിവെക്കൂ, ഇനി എന്റെ അശ്ലീലം ചർച്ച ചെയ്യൂ എന്ന ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുകയാണ്. എന്നിട്ട് എന്തോ മഹത് കാര്യം ചെയ്തു എന്ന് സ്വയം അഭിരമിക്കുക കൂടിയാണ് ഈ നടൻ. അപർണ, രേണുക, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എത്രയോ പേർ സമൂഹ മാധ്യമങ്ങളിൽ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമുക്കറിയുന്ന പോലെ വളരെ രാഷ്ട്രീയ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളൊക്കെ പങ്കെടുക്കുന്ന സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ളവർ, രാഷ്ട്രീയ നിരീക്ഷകരടക്കം വലിയ വിമർശനങ്ങൾ വിനായകനെതിരെ ഉയർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള വിമർശനങ്ങൾ അതിനകത്തുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണമോ വിമർശനമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പോസ്റ്റോ വിനായകന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഈ വീഡിയോ അവതരിപ്പിച്ചത് എനിക്ക് വളരെ ഉറപ്പുണ്ട് രേണുക, ഒരുപക്ഷെ ഈ വീഡിയോ അവതരിപ്പിച്ചത് നമ്മുടെ ചാനലിലെ ഒരു പുരുഷ ജേർണലിസ്റ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ വിനായകന്റെ ഭാഗത്തുനിന്ന് ഈ തരത്തിലുള്ള ഒരു മറുപടി ഉണ്ടാകുമായിരുന്നു എന്ന് പോലും സംശയമുണ്ട്. കാരണം എല്ലാ കാലത്തും സ്ത്രീ വിരുദ്ധതയാണ് വിനായകൻ എന്നതാണ്. മനോനില പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി നൽകിയിരിക്കുന്നത്. അപ്പോ അതിനെതിരെ ഒരു പരാമർശവുമില്ല, അല്ലെങ്കിൽ അത് വിനായകനെ ചൊടിപ്പിച്ചിട്ടില്ല. അപർണ സൂചിപ്പിച്ചതുപോലെ അപർണയുടെ വീഡിയോ ആണ് ചൊടിപ്പിച്ചിട്ടുള്ളത്, അപർണയുടെ ഫോട്ടോയാണ് എടുത്തിടുന്നത്. ഇതേതെങ്കിലും ഒരു അപർണയോ അല്ലെങ്കിൽ ഒരു രേണുകയോ എന്നുള്ളതല്ല വിഷയം. അപ്പുറത്ത് നിൽക്കുന്നത് സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെയാണ് താൻ പെരുമാറുക, സ്ത്രീകളോട് തന്റെ പെരുമാറ്റം ഇതാണ്. താൻ ഒരു കുട്ടികൾക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് വിളിക്കുന്ന ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീയോട് മോശമായ രീതിയിൽ ലൈംഗിക ചുവയുള്ള ഭാഷയിൽ ഒരാൾക്ക് സംസാരിക്കാമെങ്കിൽ ഈ രീതിയിൽ തുറന്ന് വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഒരു സ്ത്രീയോടും അയാൾക്ക് ഈ ഭാഷയിലെ സംസാരിക്കാൻ കഴിയൂ, ഈ ഭീഷണിയിലെ സംസാരിക്കാൻ കഴിയൂ. 12 മണിക്ക് മുമ്പ് ഉത്തരം തരാമെന്ന് പറയുന്നത് അതും ഒരു ഭീഷണിയാണ്. നമ്മുടെ ഒരു ചാനൽ നെറ്റ്വർക്കിനോട്, ഒരു ടെലിവിഷൻ സ്ഥാപനത്തോട്, അതിലൊരു മാധ്യമ പ്രവർത്തകയോട് ഈ വീഡിയോയുടെ പുറത്ത് ഈ രീതിയിൽ ഭീഷണി പറയുന്നത്, അത് വിനായകൻ എത്ര
എത്രയോ കാലമായിട്ട് തുടർന്നു വരുന്ന വിനായകന്റെ സ്വന്തം ശൈലിയാണ്. അപ്പോൾ ഈ ശൈലിയെ കൈയടിച്ച് ഉദ്ഘോഷിക്കുകയും ഇതൊരു രാഷ്ട്രീയത്തിന്റെ പരിച്ഛേദമാണെന്നും അല്ലെങ്കിൽ ഇത് ഒരു അധകൃത വർഗം ഉയർന്നു വരുമ്പോൾ പച്ചയായ മനുഷ്യരായിട്ട് പറയുന്നതാണ്, അതാണ് പുരോഗമനം എന്നൊക്കെ പറഞ്ഞ പലരുമുണ്ട്. ഇതൊക്കെ ശരിയാണോ എന്നുള്ള ഒരു പരിശോധനയാണ് നടത്തേണ്ടത്. ഇത് ഏതെങ്കിലും തരത്തിലൊരു പുരോഗമനവാദമല്ല, സാമൂഹ്യ നീതിക്കായിട്ടുള്ള ശബ്ദം, ഉയരുന്ന ശബ്ദങ്ങളെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുകയാണ് ഇത്തരം വഷളത്തരം. ആ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. വിനായകന്റെ പോസ്റ്റ്, ആ നിലപാട് വഷളത്തരമാണ്, അശ്ലീലമാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ പുറത്തിറങ്ങി നിന്ന് ഈ ഭാഷ പറയുന്ന ഒരാളെ നമ്മൾ എന്താണ് ചെയ്യുക? ഒന്നുകിൽ നാട്ടുകാർ തല്ലുകയാണ് ചെയ്യുക, അതല്ലെങ്കിൽ അയാൾ ഒരു മാനസിക രോഗിയാണെന്ന് മുദ്ര കുത്തുകയും ചെയ്യും. ഒരു കലാകാരനായതുകൊണ്ട് ഇത് രണ്ടും ഉണ്ടാവുകയില്ല. വലിയ പ്രിവിലേജ് ഉണ്ടാകാം, ആരെയും എന്തും പറയാം, എന്ത് വൃത്തികേടും പറയാം എന്ന് എങ്ങനെയാണ് അയാൾക്ക് കരുതാൻ കഴിയുക? അതാണ് വീഡിയോയിൽ പറഞ്ഞത്. ചാനലിനെ സംബന്ധിച്ചിടത്തോളം വീഡിയോ ചെയ്ത ഞാനടക്കമുള്ള ഇത് ഈ ചാനലിന്റെ എഡിറ്റോറിയൽ തീരുമാനങ്ങൾ തന്നെയാണ്, എഡിറ്റോറിയൽ നിലപാടുകൾ തന്നെയാണ് അപർണക്കുറുപ്പ് പറഞ്ഞത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയിലൂടെ മറികടക്കാമെന്ന് ആരും കരുതണ്ട. വിമർശനത്തിന് ഭാഷ നന്നായിരിക്കണം. വിമർശനം ഉന്നയിക്കുന്നവർ ആ ഭാഷ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ബോധമുള്ളവർ കൂടിയായിരിക്കണം. അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വിമർശനങ്ങൾ പേറേണ്ടി വരിക തന്നെ ചെയ്യും. എന്തായാലും ഇന്നലെ ഈ വിനായകനെ ചൊടിപ്പിച്ച ന്യൂസ് 18 സംപ്രേഷണം ചെയ്ത ആ വീഡിയോ ഒന്ന് കാണാം. പണ്ട് പച്ചത്തറി പറയുന്നവനും അത് എഴുതി വെക്കുന്നവനുമെല്ലാം നല്ല തല്ലാണ് കിട്ടുക. ഇന്ന് അതിനും കൈയടിക്കാൻ നിൽക്കുന്നവരാണ് കേരളത്തിൽ. ഇത് പറഞ്ഞുകൊണ്ട് വേണം വിനായകന്റെ അസഭ്യ പോസ്റ്റിനെ കുറിച്ച് പറയാൻ. സോഷ്യൽ മീഡിയ തെറി പറയാനുള്ള സ്ഥലമാണ്. വിനായകൻ എന്ന അശ്ലീലത്തിന് കൈയടിക്കുന്നവർ അതാണ് പറയുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടിക വിഭാഗത്തിന് അവർ നടത്തുന്ന സ്വത്വവാദത്തിന് അതിന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുന്ന മറ്റനേകം ജനങ്ങളുടെ സമൂഹത്തിന് ബാധ്യതയാണ് വിനായകൻ. അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതി അധിക്ഷേപ പരാമർശത്തെ കണ്ണടച്ച് വിമർശിച്ചവർ പോലും അടൂരിനെയും യേശുദാസിനെയും പച്ചത്തെറി പറയുന്ന വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ തലയിൽ കൈവയ്ക്കും. ഇതുവരെ നടന്ന പ്രതിഷേധങ്ങൾ വെള്ളത്തിലാക്കിയല്ലോ ഇങ്ങനെ ഒരു അവതാരം എന്ന് ചോദിക്കും. ഇതാണോ ഡിജിറ്റൽ ലോകത്തെ ഭാഷ? അത് ചോദിച്ചാലും കൈയടിക്കുന്ന അവതാരങ്ങൾക്ക് മറുപടിയുണ്ട്. അവർണ സമൂഹത്തെ അടച്ചാക്ഷേപിച്ചപ്പോൾ വിനായകൻ അയാൾക്ക് ഏറ്റവും വഴങ്ങുന്ന ഭാഷയിൽ മറുപടി കൊടുത്തു. അത് കൊള്ളേണ്ടെടുത്ത് കൊണ്ടു എന്നാണ് വാദം. പച്ച മനുഷ്യനാണ്, പച്ചത്തെറി പറയുമെന്ന് പറയുന്നവരോട് നല്ല നമസ്കാരം മാത്രം. സിനിമാ കോൺക്ലേവ് വേദിയിൽ പുഷ്പാവതി പൊയ്പാടത്ത് എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ചോദ്യം ഉയർത്തിയ വിപ്ലവത്തെ റദ്ദാക്കുക പോലും ചെയ്യുകയാണ് വിനായകന്റെ ഈ അശ്ലീലം. അത് തിരിച്ചറിയുന്നുണ്ടോ ഈ പുലഭ്യത്തിന് കൈയടിച്ചവർ? സൈബർ ഇടതുപക്ഷമെന്ന് ആഘോഷിക്കുന്നവർക്ക് ഇതാണോ ഇപ്പോൾ പുരോഗമന ഭാഷ? തല്ലും കുത്തും പാരവെപ്പും കേസുകളും കൊണ്ട് നടക്കുന്ന മലയാള സിനിമ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാളും ആ മേഖലയിൽ നിന്ന് വിനായകനെതിരെ പേടിച്ച് ഒരു വാക്ക് പോലും പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പറഞ്ഞാൽ പിന്നെ എന്തൊക്കെ കഥകളും ഇരവാദവും ഉയരുമെന്ന് അറിയുന്നവരാണ് സിനിമാക്കാർ. പക്ഷേ സമൂഹം, പ്രത്യേകിച്ച് സൈബർ സമൂഹം ഇത് അപലപിച്ചേ മതിയാകും. ഒന്നുകിൽ മാനസിക രോഗിയായി കരുതി വിനായകന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ പരാതികൾ ഉയർന്ന് നിയമ നടപടി ഉണ്ടാകണം. ദളിത് കുട്ടികൾക്കായി അപ്പോയിന്റ്മെന്റിന് വിളിച്ച ദളിത് ആക്ടിവിസ്റ്റുകളോട് ഒരിക്കൽ ലൈംഗിക ചുവയിൽ മോശമായി സംസാരിച്ച വിനായകൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഒരു പ്രതിനിധിയുമല്ല. പുറത്തിറങ്ങി പറഞ്ഞാൽ നല്ല അടി കിട്ടുന്ന വാക്കുകൾ പറയുന്നത് ഒരു കലാകാരനെ വില കൂട്ടുന്നുമില്ല. സാമൂഹ്യ നീതിക്ക് വേണ്ടി ഉയരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കുകയാണ്, അല്ലാതെ സാമൂഹ്യ വിമർശനമല്ല ഈ അസഭ്യം. വിനായകന്റെ പോസ്റ്റിന് കൈയടിച്ചവരിൽ ഇടതുപക്ഷമെന്ന് അഭിമാനിക്കുന്ന പല പേരുകളും കണ്ടു. ഈ വൃത്തികേടിന് കൈയടിച്ച് സ്വയം നാണം കെടരുത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സൈബർ അണികൾ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ നേതാക്കളെ പുലഭ്യം പറയുന്നത് അതേ പേജിൽ തന്നെ വായിക്കേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാം എന്ന ഒരു വ്യാമോഹം വേണ്ട എന്ന് മാത്രമേ ആ നടനോട് പറയാനുള്ളൂ. ഞങ്ങളുടെ എഡിറ്റോറിയൽ തീരുമാനപ്രകാരം ചെയ്ത വീഡിയോയാണ് അത്, ഞങ്ങൾ ഓൺ ചെയ്യുന്ന വീഡിയോയാണ്. അതിന്റെ പേരിൽ എന്ത് നടപടിയും സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കവുമാണ്. പക്ഷേ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാമെന്ന വ്യാമോഹം വേണ്ട, ഇത് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഫോക്കസ് നമ്പർ 2 പോവുകയാണ്. ശ്വേതയെ ഭയക്കുന്നതാര്?
ഒരു വിചിത്രമായ പരാതിയാണ് ശ്വേതാ മേനോനെതിരെ വന്നത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിന് പിന്നാലെ ശ്വേത ഹൈക്കോടതിയെ സമീപിക്കുന്നു. മജിസ്ട്രേറ്റ് കോടതിക്ക് വീഴ്ച സംഭവിച്ചു, തിടുക്കം കാട്ടി എന്ന് ചൂണ്ടിക്കാട്ടി അത് റദ്ദ് ചെയ്യുന്നു. ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും വരെ അങ്ങേയറ്റം ആരോപണ പ്രത്യാരോപണങ്ങളുമായി അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ഒക്കെ ബന്ധപ്പെടുത്ത് വലിയ ചൂടേറിയ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. CJM കോടതി തിടുക്കം കാട്ടി ഈ വിഷയത്തിൽ എന്നതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്ന കാര്യം. പോലീസിന് കൈമാറും മുൻപ് സ്വീകരിച്ച തുടർ നടപടികൾ അറിയിക്കാൻ ഹൈക്കോടതി ഇപ്പോൾ കീഴ്ക്കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പോലീസിനും പരാതിക്കാരനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജസ്റ്റിസ് BG അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇപ്പോൾ ശ്വേതയുടെ ഹർജിയിൽ ഈ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത്. ശ്വേതയുടെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. കേസെടുക്കാൻ നിർദ്ദേശിച്ച എറണാകുളം CJM കോടതിയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി തുടർ നടപടികൾ കോടതിയിൽ ഉണ്ടാകും. വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ സിനിമയുടെ പേരിലാണ് അശ്ലീലമായിട്ടുള്ള രംഗങ്ങൾ ചെയ്ത് പണം സമ്പാദിക്കാൻ ശ്രമിച്ചു ശ്വേത എന്ന തരത്തിൽ പരാതിക്കാരൻ രംഗത്ത് വരുന്നത്. അതിനുശേഷം അത് കോടതിയിലെത്തി. കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സമയം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത്. നേരത്തെ കുക്കു പരമേശ്വരനെതിരായ ഒരു മെമ്മറി കാർഡ് വിവാദം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ശ്വേതയ്ക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടക്കുന്നു എന്ന ആരോപണവുമായി നിരവധി താരങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നതാണ് അവർ ആരോപിക്കുന്നത്. ശ്വേതയ്ക്കെതിരെ മത്സര രംഗത്തുള്ളത് ദേവനാണ്. ദേവൻ അമ്മയിലെ എല്ലാ താരങ്ങളുടെയും പിന്തുണ ശ്വേതയ്ക്ക് ഈ വിഷയത്തിലുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള നടപടികൾ എല്ലാം തള്ളിക്കളയുന്നു. ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തുറന്നു പറച്ചിലേക്ക് ദേവൻ പോകുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ശ്വേതയ്ക്കുള്ള പിന്തുണ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. മറ്റൊന്ന് മത്സര രംഗത്തുള്ള രവീന്ദ്രൻ എന്ന നടനാണ്. അദ്ദേഹവും ശ്വേതയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നു. ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല എങ്കിൽ പോലും സാഹചര്യങ്ങൾ എന്താണ് എന്ന് നോക്കണം എന്നത് പറയുന്നു. പരാതിക്കാരനെ തള്ളി പറഞ്ഞുകൊണ്ടാണ് രവീന്ദ്രൻ രംഗത്ത് വന്നത്. നമ്മളെപ്പോഴും വന്നിട്ട് ആൾക്ക് വേണമെങ്കിലും കഴിവരി തേക്കാമെന്നുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ട് അത് തോന്നുന്നത്. ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോടതി വിമർശിക്കാനാണല്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഏറ്റവും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം നമ്മുടെ അഭിനേതാക്കൾക്കെതിരെ വരുന്ന എല്ലാ ഇത്തരം കുബുദ്ധിപരമായിട്ടുള്ള ഈ വക്രീകരിച്ചുള്ള കരിവേലി തേക്കാനുള്ള എല്ലാ സംരംഭങ്ങളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഞങ്ങൾ ഒരുമിച്ച് വന്ന് തീർച്ചയായിട്ടും അഭിനേതാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് തീർക്കും. ഇപ്പോഴത്തെ ഈ പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് അനാവശ്യമായിട്ട് ഏതെങ്കിലും രീതിയിലേക്ക് ഒരു നടനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെതിരെ കുബുദ്ധിപരമായിട്ട് വക്കീലിച്ച് കരിവേരിയാൻ ജയിക്കാനാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് ഫിലിം പോളിസിയിൽ ഇതിനൊരു നിയമം വരണം. അപ്പോ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്വേതാ മേനോൻ മത്സര രംഗത്തേക്ക് വരുമ്പോൾ ആർക്കാണ് ഈ ഗൂഢാലോചന നടത്തുകയും ഇങ്ങനെ ഒരു പരാതി ഒക്കെ കൊണ്ടുവരേണ്ട ആവശ്യമെന്നൊരു സംശയം സ്വാഭാവികമായും പ്രേക്ഷകർക്ക് തോന്നും. ആരും പേരെടുത്ത് പറയാതെയുള്ള ആരോപണങ്ങൾ നടത്തുമ്പോൾ ആ സംശയം കൂടുകയും ചെയ്യും. എന്തായാലും പേരെടുത്ത് പറഞ്ഞ ഒരു ആരോപണം ഉന്നയിക്കാൻ ധൈര്യം കാട്ടിയിരിക്കുന്നത് മാലാ പാർവതിയാണ്. ബാബുരാജ് മത്സര രംഗത്ത് നിന്ന് മാറിയതിന് ശേഷമാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ബാബുരാജിനെ ചൂണ്ടി തന്നെ അവർ പറയുന്നത്. പലർക്കും കാര്യങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ തനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്നതാണ് മാലാ പാർവതി ചൂണ്ടിക്കാട്ടുന്നത്. ബാബുരാജ് മത്സര രംഗത്ത് നിന്ന് മാറിയതിനു ശേഷമാണ് കുക്കു പരമേശ്വരനെതിരായ ആരോപണം സംഘടനയ്ക്കുള്ളിൽ നിന്ന് വരുന്നത്. അതിന് പിന്നാലെയാണ് ശ്വേതാ മേനോനെതിരെയും ഈ ആരോപണം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ബാബുരാജ് ആണോ എന്ന ഒരു സംശയമാണ് മാലാ പാർവതി മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ടൊവിനോയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു. ഈ ടൊവിനോ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വളരെ അനാവശ്യമാണ് ശ്വേതാ മേനോനെതിരായി ഇപ്പോൾ ഉയർന്ന പരാതി എന്നതാണ് ടൊവിനോ പറഞ്ഞിരിക്കുന്നത്. തമാശയായിട്ടാണ് തോന്നുന്നതെന്നും ടൊവിനോ ഇതിനോട് പ്രതികരിച്ചു. വലിയ ആരോപണങ്ങളാണ് ഈ പരാതിക്കാരനെതിരെ ഉയരുന്നത്. ചാനൽ
ചർച്ചകളിൽ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ അപഹാസ്യനായി പോവുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല, യാതൊരു യുക്തിയുമില്ല. എന്താണ് ഈ പരാതിക്ക് പിന്നിലെന്നത് വിശദീകരിക്കാൻ പോലും ആകുന്നില്ല. അങ്ങനെ ഒരു പരിഹാസ കഥാപാത്രമായി മാറുകയാണ് പരാതിക്കാരനായ മാർട്ടിൻ. ഈ വിമർശനങ്ങളൊക്കെ ഉയരുമ്പോൾ പോലും തന്റെ പരാതിക്ക് അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ല എന്നും താൻ കുട്ടികളുടെ നല്ലതിനു വേണ്ടി മാത്രമാണ് ഇത്തരമൊരു പരാതിയുമായി രംഗത്ത് വന്നതെന്നും ന്യായീകരിക്കുകയാണ് മാർട്ടിൻ. സത്യത്തിൽ ഞാൻ അമ്മയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശ്വേതാ മേനോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ ഈ മാസങ്ങളിലാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ ജൂലൈ മാസത്തിലാണ്. അതേസമയം ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ പരാതി കൊടുക്കുന്നത് ഏപ്രിൽ 30-ാം തീയതി കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. അതിലും നടപടി ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞാൻ CJM കോടതിയെ ഞാൻ സമീപിച്ചിരിക്കുന്നത്. ആരാണ് മാർട്ടിൻ, എന്താണ് മാർട്ടിന്റെ ലക്ഷ്യം, മാർട്ടിന് പിന്നിൽ ആരൊക്കെയാണ് എന്ന സംശയം ഉയരുന്നുണ്ട്. അത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മാർട്ടിൻ പറയുന്നു തനിക്ക് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ മാർട്ടിനെതിരെ ഒരു ഗുരുതരമായ പരാതി ഉന്നയിച്ചിരിക്കുകയാണ് സജിത്ര എന്ന യുവതി. ന്യൂസ് 18 തന്നെയാണ് മാർട്ടിനെതിരെ ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചു എന്നതാണ് അവർ മാർട്ടിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം. പണം തട്ടാൻ ശ്രമിച്ചു. താൻ നൽകിയ പീഡന പരാതിയിൽ മാർട്ടിൻ ഭീഷണിപ്പെടുത്തി, മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയതെന്നും സജിത്ര ന്യൂസ് 18 വെളിപ്പെടുത്തി. അതായത് ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന പുള്ളിക്കാരനെ എനിക്ക് ഡയറക്റ്റ് പരിചയമില്ല. പക്ഷെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിലെ അലീഷാന എന്നും പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനെതിരെ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന കുട്ടി അവരുടെയാണ്, അലീഷാനന്റെയാണ്. അപ്പൊ അത് കേസായിട്ട് നമ്മൾ കോടതിയിൽ നിൽക്കുന്നതാണ്. ഈ അലീഷാനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മാർട്ടിൻ മാനാച്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ഫസ്റ്റ് ഭീഷണി സ്വരത്തിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മാർട്ടിൻ മാനാച്ചേരി എന്നോട് ആദ്യം പറഞ്ഞത് കർമ്മ ന്യൂസിലെ റിപ്പോർട്ടർ ആണെന്നാണ്, നേരത്തെ അവിടെ ജോലി ചെയ്ത വ്യക്തിയാണെന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് മീഡിയ 1 എന്നും പറഞ്ഞിട്ടുള്ള ചാനലില് പുള്ളിക്കാരുണ്ട്. എന്റെ കയ്യിൽ തെളിവുണ്ട് മേഡം. അവരോട് ഞാൻ വിളിച്ച് ചോദിക്കുന്നതിനും സംസാരിക്കുന്നതിനും. എന്തായാലും നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ഇത്തരം അനാവശ്യ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ ഒരു വിചിത്ര പരാതിയുമായി സമയം നോക്കി രംഗത്ത് വരേണ്ട അവസ്ഥയൊന്നുമില്ല. അപ്പോൾ ആരാണ് താനെന്നും എന്താണ് ഉദ്ദേശമെന്നും ആരൊക്കെയാണ് പിന്നിലുള്ളത് എന്നും വ്യക്തമാക്കേണ്ടത് മാർട്ടിൻ തന്നെയാണ്. എന്തായാലും ആ മാർട്ടിനെതിരെ പറഞ്ഞ യുവതിയുടെ പരാതിയാണ് നമ്മൾ കേട്ടത്. കോടതി ഇപ്പോൾ ശ്വേത പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാണ് ഇപ്പോൾ ഇതിന്റെ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും കോടതിയിൽ ഇനി പരിശോധനകൾ ഉണ്ടാകും, എല്ലാം വെളിപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് ശ്വേത അമ്മ എന്ന താരസംഘടനയിൽ ആദ്യമായി അതിന്റെ തലപ്പത്തേക്ക് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ഒരു വനിത വരാനിരിക്കുന്ന സാഹചര്യമാണ്. കുറെ പേർ അതിനെ എതിർക്കുമ്പോൾ കുറെ പേർ അതിന് വഴിയൊരുക്കാൻ തക്ക വിധം മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെ ആ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു വനിത ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന ആരൊക്കെയോ അവിടെ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവരുടെ അസ്വസ്ഥതകളാണ് ഇതുപോലെയുള്ള വ്യാജ പരാതികളായി പുറത്തു വരുന്നത്. ആ സിനിമയിൽ അഭിനയിച്ച മറ്റ് പുരുഷ താരങ്ങൾക്കെതിരെ ഒന്നും ഒരു പരാതിയുമില്ല. ഒരു സ്ത്രീയെ ടാർഗറ്റ് ചെയ്യുകയാണ്, അവരെ അപഹസിക്കാൻ ശ്രമിക്കുകയാണ്, അവരെ അവഹേളിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതപ്പോൾ ഒരു സ്ഥാനത്തേക്ക് സ്ത്രീ ഉയർന്നു വരുന്നതിനെതിരായ ആരുടെയൊക്കെയോ അസ്വസ്ഥതകളാണ് അതിൽ പ്രതിഫലിക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് മത്സരിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്ത്രീകൾ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നത് ഇന്നും ഒരു ഭീഷണിയായി കരുതുന്ന മനുഷ്യരുണ്ട്. അതിന് തടയിട്ടേ പറ്റൂ എന്ന് കരുതുന്ന മനുഷ്യരുണ്ട്. അവരുടെ ചരടുവലിയായി മാത്രമേ നമുക്ക് ഈ പരിഹാസ്യമായ പരാതിയെയും ഈ പരിഹാസ്യമായ നടപടികളെയും കാണാൻ കഴിയൂ. കോടതി അത് ശരിയാം വിധം മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലയിൽ അവിടെ കേന്ദ്ര ഇടപെടലുകൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെ തെരച്ചിലിൽ ശുചീകരണ തൊഴിലാളിയുടെ തുറന്നു പറച്ചിലുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ കിട്ടിയ ഒരു സാഹചര്യമുണ്ട്. മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ഗൂഢശ്രമം നടക്കുന്നത് കണ്ടു. ഡി ഗ്യാങ് പരസ്യമായി രംഗത്തെത്തി അക്രമം അഴിച്ചുവിടുന്നത് കണ്ടു. തുറന്നു പറയാൻ ആളുകൾ വരുമ്പോൾ ഭയപ്പെടുന്ന
ടീമിനെയാണ് അവിടെ നമ്മൾ കാണുന്നത് ധർമ്മസ്ഥലയിൽ. അപ്പോൾ അവിടെ ഇന്നൊരു പ്രതീക്ഷ നൽകുന്ന ഇടപെടൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അന്വേഷണം തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറിയേക്കും എന്ന സൂചനകളാണ് അവിടെ നിന്നും വരുന്നത്. ടെററിസം ആൻഡ് കൗണ്ടർ റാഡിക്കലൈസേഷൻ ഡിവിഷൻ വിഭാഗം ഇത് സംബന്ധിച്ച് പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് അവിടെ നിന്നും വരുന്ന വിവരം. കേസ് NIAക്ക് കൈമാറണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇതിനിടയിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഇന്ന് നടന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം എത്തിച്ച് പരിശോധന തുടരാനാണ് SITയുടെ ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു വന്ന മണ്ണ് മാറ്റിയുള്ള പരിശോധന നടന്നില്ല. ഇന്നലെ 13ാം പോയിന്റ് വരെ എത്തിയിരുന്നു. അതിനുശേഷം ബംഗ്ലാക്കുന്നിലേക്ക് സംഘം നീങ്ങുകയും അവിടെ വിശദമായ പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇന്ന് അത്തരം പരിശോധനകൾ ഉണ്ടായിട്ടില്ല എന്നതൊരു കാര്യമാണ്. ഇന്നലെ വലിയ അക്രമ സംഭവങ്ങൾ അവിടെ ഉണ്ടായതിന് പിന്നാലെയാണ് ഇന്ന് പരിശോധന തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് മറ്റു തരത്തിൽ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമില്ല. പരിശോധനകൾ തുടരും. മാത്രവുമല്ല കൂടുതൽ ഏജൻസികൾ അതിലേക്ക് എത്തുന്നു എന്ന ഒരു സൂചന കൂടിയാണ് ഉള്ളത്. ആക്ഷൻ കൗൺസിലിന് ഇതിനോട് എന്താണ് സമീപനം? അവിടെ ഇന്നത്തെ മറ്റ് നീക്കങ്ങൾ എന്താണ്? ഡി ഗ്യാങ് ഇന്നും ഭീഷണിയുമായി രംഗത്തുണ്ടോ? ഇതൊക്കെ നമുക്കറിയാം. KV ബൈജു അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഭീഷണി മുനമ്പിലും പതറാതെ നിൽക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു. അവിടെ ബൈജുവിനോട് തന്നെ ചോദിക്കാം. ബൈജു, ATS എത്തും എന്ന തരത്തിലുള്ള സൂചനകൾ, മാത്രവുമല്ല NIA എത്തണമെന്നുള്ള ആവശ്യം അവിടെ നിന്ന് ഉയരുന്നു. ഡി ഗ്യാങ്ങിന്റെ ഭീഷണിയായിരുന്നു ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാധ്യമങ്ങളെ അവിടെ നിന്ന് അടിച്ചോടിക്കാനുള്ള ശ്രമമാണ് നടന്നത്. അത് അവഗണിച്ചും മാധ്യമങ്ങൾ അവിടെ തുടരുകയാണോ? ഇന്ന് തെരച്ചിലില്ലാത്ത സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത്? അത് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ? ആക്ഷൻ കമ്മിറ്റിയൊക്കെ എന്ത് നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്? 13ാം പോയിന്റിലായിരുന്നു ഇന്ന് പരിശോധന നടത്തേണ്ടത്. പക്ഷേ SIT സംഘം ഇന്ന് പരിശോധനയ്ക്കായി എത്തിയില്ല. ശുചീകരണ തൊഴിലാളിയും ഒപ്പം SIT ഉദ്യോഗസ്ഥരും ഇന്ന് ബൽത്തങ്ങാടി ക്യാമ്പ് ഓഫീസിൽ മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള കൂടിയാലോചനയൊക്കെ നടന്നു. ഇന്നത്തെ പരിശോധന ഏതായാലും 13ാം പോയിന്റ് വളരെ പ്രധാനമാണ്. വലിയ തോതിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് ഉണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലം കൂടിയാണത്. അതുകൊണ്ട് തന്നെ അവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവന്ന് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രം കുഴിച്ചു പരിശോധന മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ മാത്രമേ ഈ 13ാം പോയിന്റിൽ പരിശോധന ഉണ്ടാകും. വിശദമായ പരിശോധനയാണ് ഈ പോയിന്റ് 13ൽ ഇപ്പോൾ SIT ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഒരുപാട് തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളൊന്നും പുറത്ത് മാധ്യമങ്ങളോടൊന്നും ഇത് SIT പങ്കുവച്ചിട്ടില്ല. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെയുള്ള ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതായത് DGP ആണ് ഈ കാര്യത്തിൽ ഇന്നലെ ഇവിടെ എത്തി ഈ SIT ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം ഇതുവരെയുള്ള എല്ലാ വിശദാംശങ്ങളും ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയതും പിന്നീട് അത് മുഖ്യമന്ത്രിക്ക് ഇന്ന് സമർപ്പിച്ചിട്ടുമുണ്ട്. ഇനി എന്താണ് SITയുടെ തുടർ നീക്കം? അത് വളരെ പ്രധാനമാണ്. 14ഉം 15ഉം ആരോപണ വിധേയരായ വ്യക്തിയുടെ സ്ഥലമാണ്. ആ സ്ഥലത്ത് പരിശോധിക്കാനുള്ള കോടതി ഉത്തരവും ഇപ്പോൾ SIT സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ ഇനി എന്ന് പരിശോധന ഉണ്ടാകും. വളരെ നിർണായകമായ പരിശോധനയായിരിക്കും അത്തരം ഭാഗങ്ങളിൽ ഉണ്ടാവില്ല. ഇതിനിടയിലാണ് ആ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 3-നാണ് ഇത്തരത്തിൽ പരാതി ലഭിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 14-ന് ഈ പരാതി ഇത്തരത്തിൽ അന്വേഷിക്കാനായി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന് കൈമാറിയിട്ടുണ്ട്. ഈ തീവ്രവാദ വിരുദ്ധ വിഭാഗം ഇത് സംബന്ധിച്ചിപ്പോൾ പരിശോധന നടത്തിവരുന്നു. CTCR-നാണ് ഇത് കൂടുതൽ പരിശോധിക്കാനായി ഇവർ കൈമാറിയിരിക്കുന്നത്. ഏതായാലും ഈ കേസ് ഇനി കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമോ അതും വളരെ നിർണായകമാണ്. കാരണം SITയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് വലിയ പരിമിതിയുണ്ട് ഈ കേസിൽ തുടരന്വേഷണത്തിനായി. ഒരുപക്ഷെ കേന്ദ്ര ഏജൻസി വന്നു കഴിഞ്ഞാൽ കൂടുതൽ വ്യാപ്തിയോടുകൂടിയുള്ള അന്വേഷണം ഉണ്ടാകും. ഒരുപാട് ഉന്നതർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം പുറത്ത് ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് SITയെ സംബന്ധിച്ചിടത്തോളം വലിയ പരിമിതിയുണ്ട്. ഇതിനിടയിലാണ് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ടി ഗ്യാങ് വീണ്ടും ഇവിടെ തല ഉയർത്തിയിരിക്കുന്നു. തുടക്കത്തിൽ നമുക്കെതിരെ വലിയ ഭീഷണി ഉയർത്തിയ സംഘമാണ്. പിന്നീട് ഈ SITയുടെ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം ഈ ഭാഗത്ത് കൂടുതൽ ഇവരെ കാണാനുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് വലിയ തോതിൽ സംഘം മാരകായുധങ്ങളുമായി എത്തി മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇതിൽ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. 6ഓളം മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. അതോടൊപ്പം ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും വാഹനങ്ങളും
വാഹനങ്ങളും മാധ്യമപ്രവർത്തകരുടെ നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കാണുന്നത്. നിലവിൽ പോലീസ് സുരക്ഷയോടുകൂടി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമുക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് 18 ഉൾപ്പെടെ ഇവിടെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ നടപടി. ഏതായാലും ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങളിലുള്ള ആളുകൾക്കും എതിരെ ധർമ്മസ്ഥല പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളായി ധർമ്മസ്ഥല പോലീസും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പ്രദേശം ധർമ്മസ്ഥലയും പരിസര പ്രദേശങ്ങളും എല്ലാം കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള അതീവ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. എന്നാലും ഇനി നമുക്ക് അറിയേണ്ടത് ഈ കേസ് SIT ഇനി എത്രത്തോളം മുന്നോട്ട് പോകും. ഇതുവരെ ഉണ്ടായ SITയുടെ അന്വേഷണത്തിലുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുമോ, അതല്ല കേന്ദ്ര ഏജൻസി ഈ ഒരു അന്വേഷണത്തിനായി ഇവിടെ എത്തുമോ? ഏതായാലും വരും ദിവസങ്ങളിൽ അത് നമുക്ക് അറിയാൻ പറ്റും. ഏതായാലും ഇപ്പോൾ നിലവിൽ SIT കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KB ബൈജു, ന്യൂസ് 18. ദേശീയ അന്വേഷണ ഏജൻസി ഒക്കെ എത്തുന്നു ഈ വിഷയത്തിൽ എന്നത് ആ കേസിന്റെ നല്ലതിനു വേണ്ടി ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വിപുലമായ അന്വേഷണങ്ങൾ സാധ്യമാകട്ടെ എന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തരാക്കട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയൂ. എന്താണ് ഉദ്ദേശവും ലക്ഷ്യവും എന്നത് അറിയില്ല. ഇപ്പോൾ SITയുടെ പ്രവർത്തനത്തിൽ എന്തായാലും ആർക്കും ഒരു എതിരഭിപ്രായമില്ലായിരുന്നു. ശരിയായ വിധത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതായിരുന്നു അവിടെ എല്ലാവരുടെയും പ്രതികരണം. ഇരകളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആ ഒരു നിലപാടെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റ് അന്വേഷണ ഏജൻസികളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമോ എന്നത് വരുന്നത്. എന്തായാലും ധർമ്മസ്ഥലയിൽ രഹസ്യങ്ങൾ, സത്യങ്ങൾ പുറത്തു വരിക തന്നെ വേണം. അതിനുള്ളതാകട്ടെ നടപടികളെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്രണ്ടിൽ നിന്ന് എനിമിയായ ട്രംപിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം 25% കൂടി അധിക തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തി 50% എന്ന ഏറ്റവും ഉയർന്ന തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തിയ ട്രംപിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള പരമാധികാരം രാജ്യത്തിന് തന്നെയാണെന്നും ആ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ എന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ട്രംപിന് ഇന്ത്യ നൽകുന്നത്. അത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ സൂചിപ്പിച്ചതാണ്. പക്ഷേ ഒരു ഏറ്റുമുട്ടലിലേക്കല്ല, തങ്ങളുടെ അവകാശം സംരക്ഷിച്ചുകൊണ്ട് നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ റഷ്യയിൽ സന്ദർശനം നടത്തുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. അവിടെ നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് അമേരിക്കയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. നിങ്ങൾ വ്യാപാരം നിർത്തിക്കൊള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ പണി തരും എന്ന് പറയുന്ന ട്രംപിനോട് ഞങ്ങൾ വ്യാപാരം തുടരണമോ, അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്, ഞങ്ങൾ അവിടെ ചർച്ചകൾ നടത്തുമെന്ന ഒരു സന്ദേശം ഇന്ത്യ നൽകുന്നതാണ് ഡോവലിന്റെ സന്ദർശനം. മറ്റൊന്ന്, പ്രധാനമന്ത്രി ഇന്ന് പരോക്ഷമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന സുഹൃത്തിന് നൽകിയിരിക്കുന്ന മറുപടിയാണ്. അത് കർഷകരാണ്, തങ്ങളുടെ കർഷകരുടെ താല്പര്യമാണ് രാജ്യത്തിന് ഏറ്റവും പ്രധാനം എന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇന്ന് വരുന്നതാണ്. കർഷക താല്പര്യം സംരക്ഷിച്ചു മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാനാകൂ എന്ന സന്ദേശം പ്രധാനമന്ത്രി നൽകുകയാണ്. ഏറ്റവും മുൻഗണന കർഷകരുടെ താല്പര്യത്തിനാണ്. കർഷകരുടെയും കന്നുകാലികളെ വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾക്ക് മുന്നിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ആകില്ല എന്നതാണ് പ്രധാനമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത്. ഇത് വലിയ വില നൽകേണ്ടി വന്നേക്കാവുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ വ്യക്തിപരമായി പോലും വില നൽകേണ്ടി വന്നാലും ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും എന്നതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. മോദി ട്രംപ് എന്ന സുഹൃത്തിന് നൽകുന്ന ആ പരോക്ഷ മറുപടി കേൾക്കാം. हमारे लिए अपने किसानों का हित सर्वोच्च प्राथमिकता है। भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा। और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं। ഡോക്ടർ MS സ്വാമിനാഥൻ ജന്മശതാബ്ദി ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് അമേരിക്കയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ ഈ പരോക്ഷ
മറുപടി വരുന്നത്. കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് പ്രധാനമന്ത്രി നൽകുന്നത്. നമുക്കറിയാം, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ കരാർ യാഥാർത്ഥ്യമാകുന്നതിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് കർഷകരുടെയും ഒപ്പം തന്നെ ക്ഷീരമേഖലയിലേക്കും കടന്നു കയറാനുള്ള അമേരിക്കയുടെ ആഗ്രഹം പൂർണ്ണ രീതിയിൽ സാധ്യമാകാത്തതാണ്. പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നതാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. പക്ഷേ കർഷകർക്കും ക്ഷീര ഉൽപാദന മേഖലയിലുള്ള ആളുകൾക്കും തിരിച്ചടിയേൽക്കുന്ന ഒരു നിലപാട് ഇന്ത്യക്ക് സ്വീകരിക്കാനാകില്ല. ആ കടുംപിടുത്തമാണ് വാണിജ്യ കരാർ യാഥാർത്ഥ്യമാകുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത്. അവിടെയാണ് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന്. അമേരിക്ക ഇന്ത്യയുടെ വലിയ സുഹൃത്താണെന്നും പക്ഷേ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായി നടത്തുന്ന വ്യാപാരത്തിൽ യാതൊരു നേട്ടവുമില്ല എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. ഞങ്ങൾക്ക് 4550 കോടി രൂപയുടെ വ്യാപാര കമ്മിയാണ് ഇന്ത്യയുമായി കച്ചവടം നടത്തുന്നതിലൂടെ ഉണ്ടാകുന്നതെന്ന് ട്രംപ് പറയുന്നു. അപ്പോൾ ആ നഷ്ടക്കച്ചവടത്തിനില്ല ഞങ്ങൾ ഇന്ത്യയുമായി എന്നതാണ് അമേരിക്ക നൽകുന്ന സന്ദേശം. നിങ്ങൾ തീരുവ ഉയർത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളും തീരുവ ഉയർത്തുന്നു എന്നതാണ് ട്രംപ് നൽകിയിരുന്ന സന്ദേശം. പക്ഷേ കഴിഞ്ഞ ദിവസം 50% അത് എത്തിച്ചതോടുകൂടി ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തിയിരിക്കുന്ന ബ്രസീൽ എന്ന രാഷ്ട്രത്തിനൊപ്പം ഇന്ത്യ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ഇന്ത്യയുടെ ശത്രുരാഷ്ട്രം അല്ലെങ്കിൽ ഇന്ത്യ എതിർക്കുന്ന പാകിസ്ഥാന് പോലും 19% തീരുവ ചുമത്തുമ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് 50% തീരുവ ചുമത്താനുള്ള നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെ ഇതുണ്ടാക്കിയിരിക്കുന്നു. യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ റഷ്യയ്ക്ക് അവസരമൊരുക്കുന്ന തരത്തിൽ, അവരെ സാമ്പത്തികമായി സഹായിക്കുന്ന തരത്തിൽ അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ട്രംപ് ഇതിൽ ഉന്നയിക്കുന്നത്. ട്രംപ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് ചൂണ്ടിക്കാട്ടുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വ്യാപാരം നടത്തുന്നതാണ് ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത് എന്നതാണ് അന്താരാഷ്ട്ര സമൂഹത്തോട് ട്രംപ് വിശദീകരിക്കുന്നത്. We put a 50% tariff on India on oil. They're the second largest. They're very close to China in terms of the purchase of oil from Russia. But so I don't know if that had anything to do with it. But we've had very productive talks today. Yes, ma'am. If you do reach a deal with Ukraine and Russia, would you drop the additional tariffs on India? Well, we'll determine that later. But right now they're paying a 50% tariff. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. വോട്ടെടുപ്പ് നടത്തിപ്പിൽ കമ്മീഷൻ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ എണ്ണി പറഞ്ഞിരിക്കുകയാണ് തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി ഇന്ന് ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. നേരത്തെ തന്നെ ഇത്തരം തുറന്നു പറച്ചിലുകൾ ഉണ്ടാകും എന്ന സന്ദേശം രാഹുൽ ഗാന്ധി നൽകിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് ദൃശ്യങ്ങളുടേതുൾപ്പെടെയുള്ള സഹായത്തോടു കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് പല രീതിയിൽ അട്ടിമറിക്കപ്പെടുന്നു എന്ന സൂചനകൾ നൽകുന്നു. കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാഹുലിന്റെ ആരോപണങ്ങൾ. കർണാടകയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ തെരഞ്ഞെടുപ്പുകൾ ഏതൊക്കെ തരത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് രാഹുൽ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച കാര്യം. അതിൽ 1,50,000-ഓളം വോട്ടുകൾ എങ്ങനെ ഇതിലേക്ക് വന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലും കർണാടകയിലും തെരഞ്ഞെടുപ്പിന് മുൻപ് തട്ടിപ്പ് നടന്നു എന്നത് രാഹുൽ ആരോപിക്കുകയാണ്. വോട്ട് മോഷണം നടക്കുന്നതായാണ് രാഹുൽ ആരോപിക്കുന്നത്. തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു രാഹുലിന്റെ ആരോപണം. അടിമുടി ക്രമക്കേടാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചു ചിലത്. കമ്മീഷൻ BJPയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നു എന്നതാണ് രാഹുലിന്റെ ആരോപണം. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അസാധാരണ പോളിംഗ് ആണ് അവിടെ നടന്നതെന്നതാണ് അദ്ദേഹം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. 5 മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് പലയിടത്തും കുതിച്ചുയർന്ന ആരോപണം, അത് നേരത്തെ തന്നെ ഉയർത്തിയ ആരോപണമാണ്. അത് ആവർത്തിച്ചു രാഹുൽ. മഹാരാഷ്ട്രയിലെ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചു കളഞ്ഞു. കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും കമ്മീഷൻ വോട്ടർ പട്ടിക നൽകിയില്ല. കർണാടകയിലും ക്രമക്കേട് നടന്നു. വ്യാജവിലാസങ്ങളിൽ ഇല്ലാത്ത വോട്ടർമാരെ മിക്കയിടങ്ങളിലും തിരികെ കയറ്റി. ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ആകെയുള്ള 6.5 ലക്ഷം വോട്ടർമാരിൽ 1.5 ലക്ഷം പേരും വ്യാജന്മാരായി കണ്ടെത്തി എന്നതാണ് രാഹുൽ പറഞ്ഞത്. Total votes in the Assembly of Madhavpura, 1,250,000 votes were stolen. They were stolen in 5 different ways. The first way, duplicate voters. One voter
appearing multiple times on the voter list. Fake and invalid addresses, voters who didn't have addresses or were just fake addresses. Bulk voters in single address, one building, 50 people, 60 people, one bedroom house, but we go there, no 50 people living there. No record of those people ever having living there, one family living in that house. Invalid photos, photos which you simply cannot see or no photos existing of theirs on the polling list. And then the most interesting, misuse of Form 6. Form 6 is the form that allows new voters to become voters. So generally Form 6 is anyone who's 18 and above but hasn't voted in the last election. So they should be between 18 and 22, 23 years old. And so now we're going to go into the details and we're going to show you how this was done. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ 2014 മുതൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന ആരോപണങ്ങളുണ്ട്. ആ സംശയങ്ങൾ ബലപ്പെടുകയാണ് എന്നതാണ് രാഹുൽ സൂചിപ്പിക്കുന്നത്. തട്ടിപ്പിലൂടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന ഒരു ആരോപണം കൂടി രാഹുൽ ഉന്നയിക്കുന്നുണ്ട്. രാജസ്ഥാനിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഒന്നും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അത്ഭുതപ്പെടുത്തുന്നു തന്നെ എന്നതാണ് രാഹുൽ ചൂണ്ടിക്കാട്ടിയത്. നേരം വൈകുന്നേരത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പോകുന്നു ഇനി എന്നിട്ടെന്തായി സെഗ്മെന്റിലേക്ക്. നമ്മുടെ നടുക്കിയ ഒരുപാട് ദുരന്തങ്ങൾ കടന്നുപോയിട്ടുണ്ട്. 59 പേരുടെ ജീവനെടുത്ത വലിയൊരു ദുരന്തമായിരുന്നു കവളപ്പാറ മണ്ണിടിച്ചിലുണ്ടായത്. നാളെ അതിൻ്റെ 6ാം വാർഷികമാണ്. 6 വർഷമാകുന്നു ആ ദുരന്തം കഴിഞ്ഞുപോയിട്ട്. ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ് ആ സ്ഥലം സന്ദർശിക്കുകയും 6 വർഷങ്ങൾക്കിപ്പുറം അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥയും സാഹചര്യങ്ങളും പരിശോധിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിലേക്ക്. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് ആലങ്കാരികമായി നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു പരിധിവരെ യാഥാർത്ഥ്യമാണെന്ന് നമുക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകും. ഞാനുള്ളത് നിലമ്പൂർ ഭൂതാനം കവളപ്പാറയിലാണ്. 2019 ഓഗസ്റ്റ് 8-ാം തീയതി രാത്രിയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ആ മുത്തപ്പൻമല ഇടിഞ്ഞിറങ്ങി 59 ജീവനുകളെ കവർന്നത്. മാത്രമല്ല ഒരു നാടൊന്നാകെ ഈ മണ്ണിനടിയിലാവുകയും ചെയ്തു. 6 വർഷങ്ങൾക്കിപ്പുറം ഇവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇപ്രകാരമാണ്. ദുരന്തഭൂമിയാണ് ഇതെന്ന് ആദ്യം ഇവിടെ എത്തുന്ന ആർക്കും തന്നെ മനസ്സിലാകില്ല. അന്ന് കുന്നിറങ്ങി ഈ പ്രദേശം ഒന്നാകെ മൂടിപ്പോയിരുന്നു. ഇന്നിപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും 15 ഏക്കറിലധികം സ്ഥലം ഇതുപോലെ കാട് പിടിച്ച് ചെറിയ ചെറിയ മൺകൂനകളായി അത് ചെറിയ കുന്നുപോലെയൊക്കെ ആയിട്ട് മൂടപ്പെട്ട രീതിയിലാണ് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ആളുകൾ നേരിടുന്ന ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഈ കാട് മൂടിക്കിടക്കുന്ന ഈ മണ്ണ് നിറഞ്ഞ പ്രദേശം പഴയ രീതിയിൽ കൃഷിയോഗ്യമാക്കി അവർക്ക് ലഭിക്കണം എന്ന ഒരാവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇക്കാര്യം കോടതിയുടെ പരിഗണനയിലാണ്. കോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 15 ഏക്കറിലെ മണ്ണ് നീക്കം ചെയ്ത് ഇവിടെ കൃഷിയോഗ്യമാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ 10 ദിവസം മുൻപ് മലപ്പുറത്ത് കളക്ടർ ചേംബറിൽ തന്നെ ഒരു യോഗം വിളിച്ചു. അതിൽ കമ്മിറ്റി എന്ന നിലയ്ക്ക് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, തഹസിൽദാർ എല്ലാവരും കൂടി യോഗം ഭൂമി നിരപ്പാക്കുന്നതിന് വേണ്ടി 15 ഏക്കർ ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ AXക്ക് ചുമതല കൊടുത്തു. AX അത് എസ്റ്റിമേറ്റ് 4 ദിവസം കൊണ്ട് തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അത് കളക്ടറേറ്റിലേക്കും അയച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് ടെൻഡർ നടപടികൾ ആരംഭിക്കും. ഈ വരുന്ന ഓഗസ്റ്റ് 18-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ മറുപടി ഈ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിന് കോടതിയിൽ സമർപ്പിക്കും. ഒരു മാസത്തിനുള്ളിൽ തന്നെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഇവിടെ കൃഷിഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കും. ഏതാണ്ട് 53 ഏക്കർ ഭൂമിയിൽ 85 ലക്ഷം രൂപ ബാങ്കിൽ കുടിശ്ശികയായി കിടക്കുന്ന ലോണുകളുണ്ട്. ആ ലോണുകളുടെ വിശദമായ റിപ്പോർട്ടും നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടും അന്വേഷണ വിധേയമായിട്ട് സാധൂകരിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട്
കളക്ടർ സർക്കാരിലേക്ക് കോടതിയിലേക്കൊക്കെ സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 100% തീരുമാനമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. കൃഷിഭൂമി എന്തായാലും ഈ 15 ഏക്കർ ഭൂമി എത്രയും വേഗം നിരത്തി കിട്ടും എന്ന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ദുരന്തത്തിൽ വലിയ തോതിൽ തന്നെ ഈ ഒരു മേഖലയിലെ ജനങ്ങൾക്ക് നാശം വന്നിരുന്നു. 59 ജീവന് പുറമെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ വീടും സ്വത്തുമെല്ലാം നഷ്ടമായിരുന്നു. പുനരധിവാസമായിരുന്നു ആദ്യത്തെ വെല്ലുവിളി. പുനരധിവാസം ഈ കാലയളവിൽ പൂർണ്ണമായിട്ടും നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ നാടൊന്നാകെ പല മേഖലകളിലായി ചിതറിപ്പോകുന്ന സാഹചര്യമാണ്. പലയിടങ്ങളിലായിട്ടാണ് പുനരധിവാസം നടപ്പാക്കിയത്. അതിൽ തന്നെ എല്ലാവർക്കും പുനരധിവാസം ലഭിച്ചെങ്കിലും അനർഹരും ആ പട്ടികയിൽ കയറിക്കൂടിയെന്ന ആക്ഷേപവും വ്യാപകമായി ഉയരുന്നുണ്ട്. അവസാന ഘട്ടത്തിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള വീടുകളിൽ പലരും അനർഹരാണ്. അതൊക്കെ പല സാഹചര്യം കൊണ്ട് നമ്മൾ കേസിൻ്റെ ഭാഗമായിട്ടാണ് അവസാനത്തെ 26 കുടുംബങ്ങളുടെ പ്രഖ്യാപനം വന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലിൽ റിപ്പോർട്ടുകൾ ഹാജരാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 72 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തപ്പോൾ ജിയോളജി റിപ്പോർട്ടുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു ആദ്യ ഘട്ടത്തിൽ എന്ന നിലയ്ക്കാണ് ഈ 3ാം ഘട്ടം 26 കുടുംബങ്ങളെ പ്രഖ്യാപിച്ചത്. അതിൽ കൂടുതലും അനർഹരാണ്. അവർക്ക് പല വീടുകളുണ്ട്. അവരെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ കൊടുത്ത് സർക്കാർ കൈ കഴുകുകയാണ് അന്ന് അവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 7 കേസായിരുന്നു അന്ന് മുതൽ നമ്മൾ കോടതിയെ സമീപിച്ചത്. അതിൽ 5 നമുക്ക് അനുകൂല വിധി വന്നു. ഇനി 2 കേസുകളാണുള്ളത്. അതിലൊരു 72 കുടുംബങ്ങളെ ഭീഷണി നേരിടുന്ന മുത്തപ്പൻമലയുടെ മറ്റു വശങ്ങളിൽ നിന്നും മാറ്റി താമസിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും, മറ്റൊന്ന് ഈ പറഞ്ഞിട്ടുള്ള കൃഷിഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കി തരിക, അതിന് കഴിയാത്ത ഭൂമിയിൽ ആനുപാതികമായിട്ടുള്ള നഷ്ടം തരിക, അല്ലെങ്കിൽ പകരം ഭൂമി തരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊടുത്തിട്ടുള്ള ഈ 2 കേസുകളാണ് ഇനിയുള്ളത്. ഈ 2 കേസുകളും അതിൽ ഈ ഒരു കൃഷിഭൂമിയുടെ കേസ് ഏതാണ്ട് തീരുമാനമായ മട്ടാണ്. ഇവിടെ ഈ ഒരു ദുരന്തഭൂമിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മുകളിലേക്ക് കാണാം ആ ദുരന്തമുണ്ടായ, അതായത് മണ്ണ് ഇടിഞ്ഞിറങ്ങിയ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ അടയാളം ഉള്ളത്. മറ്റെല്ലാം തന്നെ ഇതിനോടകം കാട് മൂടിക്കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു മണ്ണിടിച്ചിലുണ്ടായ ഇടമാണ് അതെന്ന് തോന്നണമെങ്കിൽ, മനസ്സിലാകണമെങ്കിൽ മുകളിൽ ആ കുറച്ച് സ്ഥലത്ത് മാത്രം ആ മണ്ണ് ഇടിച്ചിറങ്ങിയതിൻ്റെ ബാക്കിയായിട്ടുള്ള ഇടമുണ്ട്. മറ്റെല്ലായിടത്തും തന്നെ കാട് മൂടി, ചെടികൾ വളർന്നു, ഒരു വന്യമൃഗശല്യമുള്ള പ്രദേശമായിട്ട് ഈ ഒരു മേഖല ഒന്നാകെ മാറിയിട്ടുണ്ട്. ഈ കാട് മൂടിയ മേഖലയിലേക്ക് ആനകളൊക്കെ സ്ഥിരമായിട്ട് ഇറങ്ങുന്നുണ്ട് എന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മേഖല അത് കൃഷിയോഗ്യമാക്കി ലഭിക്കുന്നതോടെ അവരുടെ ഉപജീവനം വലിയ തോതിൽ തന്നെ പഴയ പോലെ തന്നെ ആകുമെന്ന പ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇവരുടെ ഈ പ്രദേശങ്ങളിൽ ലോണിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് 85 ലക്ഷത്തിലധികം രൂപ ഈ മേഖലകളിൽ പല കുടുംബങ്ങളും ഈ മണ്ണിടിച്ചിലിൽ പെട്ട പ്രദേശം അതിൻ്റെ രേഖകൾ ബാങ്കിൽ സമർപ്പിച്ച് ലോൺ എടുത്തിട്ടുണ്ട്. ബാങ്കിൽ നിന്നൊക്കെ ഈ ലോൺ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പലതവണ അവർക്ക് നോട്ടീസ് വരുന്നുണ്ട്, ജപ്തി നോട്ടീസൊക്കെ വന്നിട്ടുണ്ട്. ആ കാര്യത്തിലും കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായിട്ടുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതിലും ഈ നാട് വലിയ തോതിൽ തന്നെ ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആ കാര്യത്തിലും ഒരു പരിഹാരം വേണമെന്ന് ഈ നാട്ടുകാർ ഒന്നാകെ ആവശ്യപ്പെടുന്നുണ്ട്. അക്കാര്യവും സർക്കാർ പരിഗണിക്കുന്നുവെന്നാണ് അറിയുന്നത്. ഇത്തരത്തിൽ 6 വർഷത്തിനിപ്പുറം ഈ ഒരു മേഖലയിലെത്തുമ്പോൾ ഭൂപ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ ഒട്ടനേകമുണ്ട്. ദുരന്തഭൂമി ആണെന്ന് പെട്ടെന്ന് ഒരാൾക്കും മനസ്സിലാവാൻ കഴിയാത്തത്ര മാറിയിട്ടുണ്ട് ഈ ഒരു പ്രദേശമൊന്നാകെ. കാട് മൂടി ഒരു സാധാരണ പ്രദേശം പോലെ പലതും പലയിടങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറം ഈ ഒരു ദുരന്തം ഈ നാടിനുണ്ടാക്കിയ നഷ്ടം ഏറെ വലുതാണ്. 59 ജീവനുകളിൽ 48 പേരെ മാത്രമാണ് ഈ മണ്ണിൽ നിന്ന് കണ്ടെത്താനായത്. 11 പേർ ഈ മണ്ണിനടിയിൽ എവിടെയോ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ കണ്ടെത്താൻ കഴിയാതെയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംബന്ധിച്ച് ഈ ഒരു കവളപ്പാറ ദുരന്തം എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ വലിയ ഒരു വേദനയായിട്ട് തന്നെ നിലനിൽക്കും. എന്താണെങ്കിലും കാലം പല മുറിവുകളും മാച്ചു, പ്രകൃതി തന്നെ പല അടയാളങ്ങളെയും മാച്ചു. പക്ഷേ ഈ നാട്ടുകാർക്ക് അവരുടെ ജീവൻ അവസാനിക്കുന്ന കാലം വരെയും ഈ കവളപ്പാറ ദുരന്തം എന്നും വലിയ വേദനയായി തന്നെ ഉള്ളിലുണ്ടാകും. കവളപ്പാറയിൽ നിന്നും CV അനുമോദ്,
ന്യൂസ് 18. കേരളത്തിൻ്റെ തന്നെ ഒരു നോവായി കവളപ്പാറ അങ്ങനെ തന്നെ ഉണ്ടാകും. പക്ഷേ അതിജീവനം എന്താണ് എന്നത് കൂടി നമ്മളെ ആ മണ്ണ് കാണിച്ചു തരികയാണ്. വലിയ ദുരന്തമുണ്ടായ ആ പ്രദേശത്ത് പോലും സാധ്യമാകുന്ന ഇടങ്ങളിൽ കൃഷിഭൂമിയാക്കി മാറ്റാൻ, ആ ഭൂമിയെ മാറ്റാനുള്ള ശ്രമങ്ങൾ അവിടുത്തുകാർ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ അതിജീവനത്തിൻ്റെ സന്ദേശം നൽകുന്നത്. ഏറ്റവും മുന്നോട്ടുള്ള പോക്കിനെ അതാണ് ഊർജം പകരുന്നതും. അവിടെ നിന്നുമുള്ള റിപ്പോർട്ടാണ് അനുമോദ് പങ്കുവെക്കുമ്പോൾ അനുമോദ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശരിയാം വിധത്തിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലും ചെറിയ ചെറിയ പോരായ്മകളും പ്രശ്നങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട്. അതിൽ കൂടി കൃത്യമായിട്ടുള്ള ഇടപെടലുകളും പരിഹാരങ്ങളും വേണം. കാരണം വലിയ ഒരു ദുരന്തം താണ്ടി വന്ന മനുഷ്യരാണ് അവർ. ഒരു വിധത്തിലും ഇനി പരിതപിക്കേണ്ടി വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കരുത്. അതിനെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അതാണ് നമുക്കും അധികാരികളോട് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നേരം വൈകുന്നേരം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം.